ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വൈഫിൻ്റെ വീട്ടിലാണ്. ഇത് മുണ്ടക്കയത്ത് കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 112-113 കിലോമീറ്ററൊക്കെ ദൂരം വരും ഇവിടം വരെ. അപ്പോൾ നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഏകദേശം നിർത്താതെ ആയിരിക്കും പോണത്. 113-110 കിലോമീറ്ററൊക്കെ ഉള്ളു. അപ്പം അത്യാവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും മാത്രം നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിർത്താതെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഫുള്ള് നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പോണതിന് മുന്നേ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഗിയറെല്ലാം വീഴണ്ടെന്ന് നോക്കാം. ഗിയറെല്ലാം ഓക്കെയാണ്. ആക്സിലേറ്റർ വലിയ കുഴപ്പമില്ല, ടൈറ്റൊന്നും കാണിക്കണില്ല. പിന്നെ ഡീൻ സ്റ്റോപ്പറും ഇല്ലെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴി എനിക്കറിയാം, അതുകൊണ്ട് പിന്നെ അത് നോക്കണില്ല. ബ്രേക്ക് ഫ്ലൂയിഡും നോക്കിയേക്കാം. ബ്രേക്ക് ഫ്ലൂയിഡ് ഇവിടെയാണുള്ളത്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട്, ഇരുട്ടായതുകൊണ്ടാട്ടോ കാണാത്ത, ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ഫ്ലൂയിഡ് മേടിച്ചിട്ടൊക്കെയാണ് വന്നത്. വലുതായിട്ട് ഇപ്പോൾ ലീക്കൊന്നും കാണില്ല, ഞാൻ തുടച്ച് വെച്ചായിരുന്നു വന്നു കഴിഞ്ഞിട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ലീക്ക് ഉണ്ടാകുന്ന നോക്കണേയാണ്, ഫ്ലൂയിഡ് ഉണ്ടാകുന്ന നോക്കട്ടെ കേട്ടോ. ഫ്ലൂയിഡ് ഉണ്ട്. ലീക്ക് ഉണ്ടെങ്കിലും ഫ്ലൂയിഡ് വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി നമുക്ക് പുറകെ അഴിച്ചിട്ട് പുറകിൽ നമുക്ക് എൻജിൻ ഓയിലും ഗിയർ ഓയിലൊക്കെ ഉണ്ടാകുന്ന നോക്കാം. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വണ്ടിയുടെ എൻജിൻ റൂം വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ തന്നെ ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിനി ഓയിൽ എന്തോരമാണ് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് തുടച്ചിട്ട് വേണം കേട്ടോ നോക്കാൻ. ഓൾമോസ്റ്റ് നമ്മുടെ മാക്സിമം ഉള്ള വരയുടെ അവിടം വരെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി വലുതായിട്ട് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വണ്ടിയിൽ. പിന്നെ നമ്മുടെ ഗിയർ ഓയിൽ വന്നത്, അല്ലെങ്കിൽ ഹൗസിങ്ങിൻ്റെ ഓയിൽ വന്നത് ഇവിടെ ആയിട്ടാണ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അത് ചെറുതായിട്ട് കുറയണ്ടായിരുന്നു. അപ്പോൾ ഇതും തുടച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ എന്തുകൊണ്ടാണ്. ഇതിൽ ഓൾമോസ്റ്റ് മാക്സിമത്തിൻ്റെ അവിടം വരെ ഉണ്ട് ഓയിൽ. അപ്പോൾ വലുതായിട്ട് കുറഞ്ഞിട്ടില്ല, കുറയേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് വെറുതെ ഇത്ര ലോങ് നമ്മളെ ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യണോണ്ട് വെറുതെ നോക്കണമെന്നേ ഉള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ ഏകദേശം ഒരു 112-113 കിലോമീറ്റർ മാക്സിമം ഓടിയിട്ടുള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഞാൻ വന്നതിന് മുന്നേ നോക്കിയതായിരുന്നു. അപ്പോൾ നമ്മുടെ എൻജിൻ്റെ ഓയിലും ഗിയർ ഓയിലും കറക്റ്റാണ്. നമുക്കിനി ഗിയറിൻ്റെ കേബിളൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കും. ഇവിടെയാണ് നമ്മുടെ ഗിയറിൻ്റെ സെലക്ടറും കേബിളൊക്കെ വന്നെ. അപ്പോൾ അത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല. നമ്മുടെ ഡീൻ്റെ കേബിള് നോക്കിയിട്ട് കുഴപ്പമില്ല, ക്ലച്ച് വലിയ കുഴപ്പമില്ല, റിവേഴ്സ് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സ്റ്റോപ്പറും ആക്സിലേറ്ററും താഴെയാണുള്ളത്. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഞാൻ അടുത്ത് മാറിയതായിരുന്നു. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പറും ഒക്കെ പൊട്ടിയാലും നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി വണ്ടി ഇതൊന്ന് അടച്ചേക്കാനായിട്ട് നമുക്കിനി എയർ ഫിൽറ്ററും കൂടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കാം. അത്രേ ഉള്ളൂ പണി. പിന്നെ വണ്ടി ഞാൻ മേടിച്ചിട്ട് ഇതുവരെ ഒരു 8 മാസമായിട്ട് വണ്ടി കഴുകിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കിവിടെ വൈഫിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇത് കഴുകാനായിട്ട് ഒരു സൗകര്യം കിട്ടിയത്. നമ്മുടെ ഇവിടെയൊക്കെ കടയിൽ കൊടുത്ത് വണ്ടി കഴുകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുത്ത് വണ്ടി കഴുകാനും വേണ്ടിയിട്ടുള്ള വരുമാനമൊന്നും കിട്ടണില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എയർ ഫിൽറ്ററും കൂടെ നോക്കാം. ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ താഴെ ആയിട്ടാണ്. അപ്പോൾ എയർ ഫിൽറ്ററും കൂടെ നമുക്കൊന്ന് അയച്ച് നോക്കാം. എയർ ഫിൽറ്ററിൽ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് അഴിച്ച് ഒന്ന് തുടച്ച് പൊടി കളഞ്ഞിട്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. നമുക്കപ്പം ഇനി ഇത് അടച്ചു വെക്കാം. എയർ ഫിൽറ്റർ അടക്കുമ്പോൾ എപ്പോഴും ഈ വട്ടം വന്ന് താഴേക്ക് വെച്ചിടണം കേട്ടോ അടക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് സർവീസ്. ഈ മൊത്തം സർവീസും നമ്മൾ അത്യാവശ്യം വണ്ടി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കിടന്ന് ഓടണമെങ്കിൽ നമുക്കിത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് അറിയാത്ത റൂട്ടൊക്കെയാണ്. അറിയാത്ത റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി അറിയാം, പക്ഷെ നമുക്ക് അവിടെയുള്ള വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണി കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതൽ എന്ന രീതിയിലാണ് നമ്മൾ വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ
നാളെ ഇനി ചിലപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകണതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം.